ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ക്രിസ്മസ് പരീക്ഷ എത്തിയിരിക്കുവാണ്. ഈ മൊമെന്റിലും ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒട്ടും തന്നെ പഠിച്ചു തുടങ്ങാത്ത വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിൾ ഒക്കെ വന്നു കഴിഞ്ഞു. ആ ടൈം ടേബിൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഒരിക്കലും പരീക്ഷയുടെ ഇടയിലുള്ള ദിവസങ്ങളിൽ പഠിച്ച് ഏറ്റവും മികച്ച മാർക്ക് നമ്മളെ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കേണ്ടത്? ഇനിയും പഠിച്ചാൽ ഞങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ സാധിക്കുമോ എന്നുള്ള 100 കൂട്ടം ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. സോ നമുക്ക് എല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സൈലത്തിൻ്റെ 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് ആരംഭിച്ച വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലൈവൊക്കെ ഗംഭീരമായിട്ടാണ് മുന്നോട്ട് പോയത്. അത്രയും കിടിലൻ റെസ്പോൺസ് ആണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്ന് സൈലത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗ്രാവിറ്റേഷൻ ഊന്നി തന്നെ പറയുകയാണെങ്കിൽ ഏകദേശം 3 മണിക്കൂർ 45 മിനിറ്റോളം പോയ ലൈവാണ്. സോ ആ ലൈവ് തീരുന്ന മൊമെൻറ്റിൽ പോലും ഏകദേശം 1500ഓളം മക്കളാണ് ആ ലൈവ് കണ്ടുകൊണ്ടിരുന്നത്. സോ അത്രയും കിടിലൻ സപ്പോർട്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതിനാൽ തന്നെയാണ് ഇത്രയും കിടിലൻ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി സൈലം നൽകിയതും. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതെന്തായാലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, സാർ ഈ കഴിഞ്ഞ 10 ഡേയ്സ് ഞങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തിട്ടില്ല. കാരണം അത് കണ്ട കുട്ടിയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ആ 10 ഡേയ്സ് ഞങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാത്തൊരു വിദ്യാർത്ഥിയാണ്, ഞങ്ങൾ ഇനി എന്തു ചെയ്യണം എന്നായിരിക്കും പലരുടെയും മനസ്സിലുണ്ടാവുക. മക്കളെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി നിങ്ങൾക്കിപ്പോൾ പെൻഡിങ് ഉള്ള 10 ഡേയ്സിയുടെ ലൈവുകൾ കണ്ടു തീർക്കുക എന്നതാണ്. അതിനകത്ത് ഒരു കോംപ്രമൈസും നിങ്ങൾ ആരും വരുത്തേണ്ടതില്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു വെച്ചാൽ, ഇത്രയും വിശദമായിട്ട് ഈ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഒന്നും ഇനിയുള്ള അക്കാഡമിക് ഇയറിൽ ഞങ്ങളെ കൊണ്ട് എടുക്കാൻ സാധിക്കുകയില്ല. അത് ഞങ്ങളുടെ ഒരു പരിമിതി തന്നെയാണ്, നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഏകദേശം 4 മണിക്കൂറോളം എടുത്ത് ഗ്രാവിറ്റേഷൻ വീണ്ടും പഠിപ്പിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലില്ല. കാരണം ഈ കോണ്ടന്റുകൾ പഠിച്ച നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഊന്നൽ കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻസിൽ ഊന്നിയുള്ള ക്ലാസ്സുകളായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ സൈലം നൽകാൻ പോകുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ ഏകദേശം 4 ദിവസത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഈ പറയുന്ന 4 ദിവസത്തെ 10 ഡേയ്സ് കൃത്യമായി നിങ്ങളിരുന്ന് കാണുക. ഇപ്പോൾ തീർന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം മുഴുവനായും കണ്ട് അതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഓക്കെ സാർ, ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ ബാക്ക്ലോഗുകൾ ഞങ്ങൾ തീർക്കുമെന്ന കാര്യം നിങ്ങൾ ഈ മൊമെൻറ്റിൽ വിചാരിച്ചു എന്ന് വിചാരിക്കുക. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ, തുടർന്നുള്ള ദിവസങ്ങളിലും ഇതേ കോൺഫിഡൻസോടുകൂടി 10 ഡേയ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഒരു വിട്ടുവീഴ്ചയും നിങ്ങൾ അതിനകത്ത് വരുത്തരുത്. അടുത്തൊരു കാര്യം, സാർ ഞങ്ങളിപ്പോൾ ലൈവ് ക്ലാസ്സുകൾ കണ്ട് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കിയാലും പരീക്ഷയുടെ ചോദ്യപേപ്പർ കാണുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ സാധിക്കുമെന്നൊരു കോൺഫിഡൻസ് ഞങ്ങൾക്കില്ല. എത്ര തന്നെ പഠിച്ചാലും പല ചോദ്യങ്ങൾ കാണുമ്പോഴും ഞങ്ങൾ പതറിപ്പോവാറുണ്ട്. റൈറ്റ്, അതിനുള്ള സൊല്യൂഷൻ അടുത്തതായിട്ട് പറയാം. അതിനുള്ള സൊല്യൂഷൻ ആ വാക്കുകൾ തന്നെ ഉണ്ട്, കോൺഫിഡൻസ് കുറവ്. മക്കളെ, നിങ്ങളെ വിശ്വസിക്കണം. നിങ്ങളാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളോടൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ലെങ്കിൽ എങ്ങനെയാണ് ഏറ്റവും മികച്ച മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുക? സോ ആദ്യം നിങ്ങളെ വിശ്വസിക്കുക. എന്തായാലും +1 ഞാൻ സയൻസ് എടുത്തു കഴിഞ്ഞു, ഇനി ഒരു തിരിച്ചു പോക്കില്ല. ഏറ്റവും മികച്ച മാർക്ക് നേടിയാൽ മാത്രമേ +2 എനിക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം തിരിച്ചറിയുക. അതിനുശേഷം എനിക്ക് എൻ്റെ ഫാമിലിയെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. ഏറ്റവും അടിപൊളി കോഴ്സ് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ +2 ശേഷം എനിക്ക് ഓപ്റ്റ് ചെയ്യണം എന്ന രീതിയിൽ ഒരു തോട്ട് പ്രോസസ് ഈ മൊമെൻറ്റിൽ നിങ്ങൾക്ക് വരണം. +1 അടി പതറിക്കഴിഞ്ഞാൽ +2 ഒരിക്കലും നമുക്കത് റിക്കവർ ചെയ്യാൻ സാധിക്കില്ല. +2 മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും +2 ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് എടുക്കാൻ സാധിക്കില്ല എന്ന കാര്യമൊക്കെ നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ ഈ മൊമെൻറ്റിൽ റിയലൈസ് ചെയ്യണം. സാർ ഞാൻ അങ്ങനെ വിചാരിച്ചാൽ പോലും എനിക്ക് ചോദ്യങ്ങളാണ് എനിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത്, അതെങ്ങനെ സോൾവ് ചെയ്യാം? അത് തന്നെയാണ് മക്കളെ ഞാൻ പറഞ്ഞു വരുന്നത്. 10 ഡേയ്സിൽ മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെ കോണ്ടന്റ് നിങ്ങൾ പഠിച്ചെടുക്കണം. അതിനുശേഷം എങ്ങനെ ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാം എന്നുള്ള കിടിലൻ സ്റ്റഡി പ്ലാനുമായിട്ട് സൈലം എന്തായാലും വരും. ഒരു ടെൻഷനുമില്ല. കേരളത്തിലുള്ള മുഴുവൻ +1 +2 വിദ്യാർത്ഥികളെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന, ഒരുപോലെ വർത്താവുന്ന കിടിലൻ പ്ലാനുകൾ തന്നെയാണ് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. ആ കാര്യത്തിൽ ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ലിമിറ്റ് ചെയ്യരുത്. എനിക്ക് മുഴുവൻ മാർക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല, സാറ് ലോഞ്ചിൽ പറയുന്ന പോലെ ഫുൾ മാർക്ക് നേടാനൊന്നും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്ന് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ലിമിറ്റ് ചെയ്യാതിരിക്കുക. വലിയ വലിയ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുക. വലിയ വലിയ രീതിയിലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങുക. ഒരിക്കലും നിങ്ങളെ ലിമിറ്റ് ചെയ്യാതിരിക്കുക. കാരണം സ്വപ്നങ്ങൾ കണ്ടവർക്ക് മാത്രമേ അത് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അടുത്തൊരു കാര്യം എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാ 10 DC ലൈവുകളിലും ഞാൻ കോട്ട് ചെയ്യുന്ന പറയുന്ന കാര്യമാണ്, ക്രിസ്മസ് പരീക്ഷയിൽ നല്ല മാർക്ക് നേടിക്കഴിഞ്ഞു വെച്ചാൽ അടുത്ത ബോർഡ് എക്സാം എന്ന് പറയുന്ന കാര്യമുണ്ട്. ഈ ബോർഡ് എക്സാമിലോട്ട് അധികം ദിവസങ്ങളുടെ ഗ്യാപ്പൊന്നുമില്ല. ഏകദേശം 2 മാസം കഴിയുമ്പോൾ ബോർഡ് എക്സാം നമ്മുടെ മുന്നിലോട്ടെത്തും. ആ മൊമെൻറ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏറ്റവും അടിപൊളി ഒരു റിവിഷൻ സ്ട്രാറ്റജിയാണ്. കാരണം പല കുട്ടികളും നമ്മളോട് പറയുന്ന കാര്യമാണ്, സാർ ഞാൻ സ്വന്തമായി പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ചാപ്റ്റർ പോയിട്ട് 3-4 പേജ് പോലും എനിക്ക് പഠിച്ചു
തീർക്കാൻ സാധിക്കില്ല. എഫക്റ്റീവായ ഒരു റിവിഷൻ സ്ട്രാറ്റജി സ്വന്തമായി എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല എന്ന് പലരും പറയാറുണ്ട്. മക്കളെ, ഒരു ടെൻഷനും വേണ്ട. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം ജനുവരി 1-ാം തീയതി സൈലത്തിൻ്റെ +1 എൻ ഗെയിം ആരംഭിക്കാൻ പോവുകയാണ്. എൻ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്നേന്നുള്ള ചാപ്റ്റേഴ്സ് അഥവാ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് മുതൽ, മാത്സ് ആണെങ്കിൽ സെറ്റ്സ് മുതൽ, കെമിസ്ട്രി ആണെങ്കിൽ സം ബേസിക് കോൺസെപ്റ്റ് മുതൽ നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ പോവുകയാണ്. അതായത് ജനുവരി 1-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം പകുതിയാവുമ്പോഴേക്കും നമുക്ക് മുഴുവനായിട്ടും നമുക്ക് റിവൈസ് ചെയ്യാൻ സാധിക്കും. അതാണ് എൻ ഗെയിമിൻ്റെ പ്രത്യേകത. അതിന് പുറമെ ലൈവ് ക്ലാസ്സുകൾക്ക് പുറമെ നിങ്ങൾക്ക് ഇൻസ്റ്റാലേണും മൈൻഡ് മാപ്പും ടോപ്പർ സീരീസും അങ്ങനെ ഒട്ടേറെ ഫീച്ചേഴ്സാണ് എല്ലാവർക്കുമായി ലഭിക്കാൻ പോകുന്നത്. കറൻ്റ്ലി നമ്മുടെ ആപ്പിനകത്ത് അഡ്മിഷൻ എടുത്ത മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ എൻ ഗെയിം ബാച്ച് തികച്ചും സൗജന്യമായിട്ടാണ് ലഭിക്കാൻ പോകുന്നത്. സോ ഈ അവസരം കൂടി നിങ്ങളുടെ മുന്നിലുണ്ട്. സോ ഫസ്റ്റ് ടാർഗറ്റ് ക്രിസ്മസിൽ ഏറ്റവും മികച്ച മാർക്ക് ഉറപ്പിക്കുക എന്ന് തന്നെയാണ്. അതിനുവേണ്ടി സൈലം എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഗംഭീരമായിട്ട് ക്ലാസ്സുകൾ കാണുക. ഇപ്പോൾ ഓണപ്പരീക്ഷയിലൊക്കെ നിങ്ങളെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിയവർക്ക് എല്ലാവർക്കുമുള്ള മറുപടി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം, നിങ്ങൾ തന്നെ എഫേർട്ട് ഇടണം. ഒരിക്കലും മറ്റൊരാൾ വന്ന് നിങ്ങളുടെ പരീക്ഷ എഴുതാൻ പോകുന്നില്ല എന്ന ബോധ്യത്തോടുകൂടി കൃത്യമായിരുന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുക, മാക്സിമം എഫേർട്ട് എടുക്കുക. സൈലം കൂടെയുണ്ട്. ഇത്തവണത്തെ ക്രിസ്മസ് പരീക്ഷ നമ്മൾ എന്തായാലും തൂക്കിയിരിക്കും. കോൺഫിഡൻ്റ് ആയിരിക്കുക.